മലയാള സിനിമയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അശോകൻ എത്താത്തൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല. എല്ലാ തലങ്ങളിലും പോയി അശോകൻ തൊട്ടു, മുത്തവിട്ടു, ഒരുപാട് പ്രേക്ഷക പ്രശംസയ്ക്ക് വിധേയനായി. അതിൽ ചില സിനിമകളൊക്കെ വേണേൽ എടുത്തു നിൽക്കുന്ന സിനിമകളാണ്. നമ്മൾ നേരത്തെ കണ്ട ഒരുപാട് സിനിമകളുടെ പട്ടികയിൽ ഒരുപക്ഷെ വിട്ടുപോയി എന്ന് വേണമെങ്കിൽ പ്രേക്ഷകർക്ക് ചിന്തിക്കാവുന്നൊരു പടം കൂടിയുണ്ട്. ഈ പ്രകാശ് രാജനെ ഇട്ട് അശോകനൊരു പണി കൊടുത്തിട്ടുണ്ട്. ചീട്ട് കളിച്ചത് നല്ല വരട്ടെ. നമ്മൾ ഉടുമ്പൽപേട്ടിൽ കുറേ നാൾ കഴിഞ്ഞ് വളരെ രസകരമായ കുറേ ദിവസങ്ങളുണ്ട്. പാണ്ടിപ്പടയുടെ ലൊക്കേഷൻ അവിടെ വെച്ചിട്ട് ധാരാളം തമാശകളുണ്ടായിട്ടുണ്ട്. അതിൽ ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രകാശ് രാജായിട്ടെന്തോ ചീട്ട് കളിച്ച് ഒരു പ്രശ്നം ഉണ്ട്. അതിപ്പോൾ ഞാൻ പറയുന്നില്ല പ്രേക്ഷകരോട്, അത് അശോകൻ തന്നെ ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. അത് പ്രകാശ് രാജ് ഒരിക്കലും മറക്കില്ല. അത് പുള്ളി ഞാൻ ഏറ്റവും ആരാധിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. വളരെ റേഞ്ചിലുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഡെയിലി എന്നെ പുള്ളിയുടെ റൂമിൽ വിളിക്കും ചീട്ട് കളിക്കാനായിട്ട്. ഞാൻ പോകില്ല. കാരണം എനിക്കെന്തോ അദ്ദേഹത്തിൻ്റെ കൂടെ എങ്ങനെ കളിക്കണം, അത്രയും വലിയ റേഞ്ച് നടൻ. അങ്ങനെ കുറേ ദിവസം ഞാനും ഇന്ദ്രൻസും അവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് പോരും. ഒരു ദിവസം പുള്ളി പറഞ്ഞു, സാറിന്ന് എല്ലാവരും വിളിക്കുന്നത്, സാർ ഇന്നൊക്കെ വരണം, നമുക്ക് വിളയാടலாம், സീറ്റ് കാർഡ്സ് വിളയാടലാന്ന് പറഞ്ഞു. ഞാൻ വരാം, റൂമിൽ വരെ വേണ്ട, അല്ല മേലെ ഒരു ഓഡിറ്റോറിയം ഇരിക്കുക, നമുക്ക് അങ്ക വിളയാടലാന്ന് പറഞ്ഞു. അങ്ക ചീട്ട് കളിക്കാന്ന് പറഞ്ഞു. വിളയാടാൻ പോയി. അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ 2000 രൂപ ഉള്ളൂ. ഞാൻ അതുമായിട്ട് പോയി. റമ്മി അങ്ങനെ കളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് TP മാധവൻ ചേട്ടനുണ്ട്, സീനത്ത് വെറുതെ കാണാൻ വന്നിരിപ്പുണ്ട്. ഞങ്ങൾ 3 പേരും ചീട്ട് കളിക്കുന്നു. നമുക്കൊരു ഫുൾ 500 രൂപ. ശരി. അപ്പോഴാണ് വൈക്കം ഗിരീഷ് ചേട്ടൻ വരുന്നത്. ഗിരീഷ് വൈക്കം പുള്ളി വന്നിട്ടുണ്ട്. എത്രയാ? 500 രൂപ. 500 രൂപയൊക്കെ ഭയങ്കര ബോറാണ്. 500 സ്കൂട്ട്, 1000 മിഡിൽ സ്കൂട്ട്, 2000 ഫുള്ള്. ഞാൻ ഇങ്ങനെ ആന്തി ഇല്ലെന്ന് പറയാൻ പറ്റും പൈസ. ഇല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ സെറ്റ് ചെയ്ത് വാങ്ങിച്ചു കൊടുക്കാം. ചീട്ട് കളിച്ചൊക്കെ അത്രയും പൈസ കളയുന്നല്ലൊരു വേദനയുണ്ട്. പോവാതിരിക്കട്ടെ എൻ്റെ ചീട്ടുകളി മാതാവ് എന്നും പറഞ്ഞ് ഞാൻ തുടങ്ങി. അങ്ങനെ 10 കളി ഞാൻ അടിച്ചു ഫുള്ള്. അങ്ങനെ 6000 രൂപ കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ അടിയും കളിയും ഇങ്ങനെ പോയി പ്രകാശ് രാജിൻ്റെ ഇന്ന് മാത്രം 8000 രൂപ കിട്ടി. ഗിരീഷ് വൈക്കം ഒരു 3000 കടവും പറഞ്ഞു. പുള്ളി ദൈവം പ്രതിഷ്ഠപ്പെട്ട പോലെ കൊണ്ടുവന്ന് വിട്ട കടം പറയാനായിട്ട്. അങ്ങനെ ഒരു 11000 രൂപ മൊത്തം നമുക്ക് കയ്യിലായി, എൻ്റെ മുതൽ കൂടാതെ. അപ്പോൾ സീനത്ത് പറഞ്ഞു, ദൈവമേ 8000 രൂപ പോയാ സാറിൻ്റെ? അശോകന് 8000 രൂപ കിട്ടിയ? ഞാൻ അവരാദ്യമായിട്ടാണ് ഇങ്ങനെ ചീട്ട് കളിച്ചത്. പ്രകാശ് രാജിന് 8000 രൂപ പോയല്ലോ, അതാണ് അവരുടെ വിഷയം. അതെ, ഇവർക്ക് വിഷമം. പിന്നെ 8000 രൂപ എനിക്ക് കിട്ടിയതിൻ്റെ ഒരു വിഷമം കൂടി. പിറ്റേ ദിവസം രാവിലെ പ്രകാശ് രാജ് ലൊക്കേഷൻ ചെല്ലുമ്പോൾ മെക്കാട്ടിന് ആദ്യം ചോദിച്ചു, സാർ ഇന്നലെ ചീട്ട് കളിച്ചിട്ട് 8000 രൂപ പോയാ? പ്രകാശ് രാജിനൊരു വിഷമം. ആമാ സാർ, അശോകൻ സാർ കയ്യിലിരിക്കിയത്, സാർ നല്ല കളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഡൈലൂട്ട് ചെയ്യാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ് വരുമ്പോൾ റാഫി, ഇന്നലെ 8000 പോലെ സാർ? ആമാ. അത് കഴിഞ്ഞ് അടുത്ത ആൾ ആർട്ട് ഡയറക്ടർ, ഇങ്ങനെ ആർട്ടിസ്റ്റുകളൊക്കെ ദിലീപ് ഒക്കെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. പുള്ളിക്ക് സങ്കടമല്ല, ഒരു ചളിപ്പായി. അവിടെ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറയുന്നൊരു മൈക്കുണ്ട്. ആ മൈക്ക് പുള്ളി എടുത്തിട്ട് ഓൺ ചെയ്തു പ്രകാശ് രാജ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, നേരത്തെ രാത്രിയിൽ നാനും അശോകൻ സാർ കൂടി ചീട്ട് വിളയാടിയാച്ച് 8000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോയാച്ച്. ഓക്കെ, ആരും ചോദിക്കണ്ട.